ഇന്നത്തെ ഈ സിംപോസിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾക്കും മന്ത്രിമാർക്കുമെല്ലാം സ്വാഗതം നേരിടുന്ന കർത്തവ്യമാണ് എനിക്ക് തന്നിട്ടുള്ളത്. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് രണ്ട് വാക്ക് പറയുവാൻ എന്നെ അനുവദിക്കുക. നമ്മുടെ ഇന്നത്തെ ഈ സിംപോസിയത്തിൻ്റെ അന്താരാഷ്ട്ര സിംപോസിയത്തെ കുറിച്ചുള്ള ആലോചനാ യോഗങ്ങൾ നടക്കുമ്പോൾ മുന്നോട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ കണ്ട ഒരു സിനിമയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ചർച്ച ആരംഭിക്കേണ്ടത്. കാരണം ഈ സിനിമയിൽ കേരളത്തിൽ നടന്നിട്ടുള്ള അത്ഭുതാവഹമായ, തികച്ചും നൂതനമായ, മറ്റ് എവിടെയും നടക്കാത്ത തരത്തിലുള്ള ഒരു പ്രക്രിയ ഡോക്യുമെന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിനെ ശരിക്കും ഉത്തരവാദിത്ത ടൂറിസത്തിലെ കുമരകം മോഡൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഉത്തരവാദിത്ത ടൂറിസത്തെ കുറിച്ചിട്ടുള്ള ആദ്യ ആലോചനാ യോഗത്തിൽ പങ്കെടുത്ത പല പ്രമുഖ വ്യക്തികളും ഇവിടെയുണ്ട്. അതിൽ ഒരാളാണ് ഡോക്ടർ ഹാരൽ ഗുഡ്വിൻ. അപ്പോൾ അന്ന് 2007 മാർച്ചിൽ നമ്മളെല്ലാവരും ഇതുപോലെ തന്നെ ഈ വേദിയിലിരിക്കുന്ന പല വ്യക്തികളും അന്നും ഉണ്ടായിരുന്നു. നമുക്കത് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത ഒരു സമയത്ത് റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ആശയങ്ങളെ കുറിച്ചിട്ടുള്ള ആശയവിനിമയമായിരുന്നു അന്ന് നമ്മൾ ചെയ്തത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഡോക്ടർ ഹാരൽ ഗുഡ്വിൻ, I am not abusing you. I will attempt to give some compliments to your side, Harold, but I must do this in Malayalam. അപ്പോൾ ഡോക്ടർ ഹാരൽ ഗുഡ്വിൻ എന്ന വ്യക്തി 90കളിൽ ഒറ്റയാനായി പറഞ്ഞു നടന്ന തത്വമായിരുന്നു റെസ്പോൺസിബിലിറ്റി. 1997-98 കാലഘട്ടത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ അപ്പാർത്തൈഡിന്റെ ശേഷമുള്ള സൗത്ത് ആഫ്രിക്കയുടെ പുനരുജ്ജീവനത്തിന്റെ അല്ലെങ്കിൽ പുനർനിർമ്മാണത്തിന്റെ ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ ടൂറിസത്തിനെ അവരൊരു ഗ്രോത്ത് ഏരിയ, വികസന മേഖലയായി കണ്ടെത്തുകയും ആ ടൂറിസം വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രക്രിയയിൽ, പ്രവർത്തനങ്ങളിൽ അവിടുത്തെ തദ്ദേശവാസികൾക്ക് പ്രയോജനം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു മാതൃക വേണം എന്ന താല്പര്യമുണ്ടാവുകയും അവർ ചെയ്തു. ആ താല്പര്യപ്രകാരം അന്ന് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ട ഒരു ഡോക്യുമെന്റ്, ഒരു ധവളപത്രം ഉണ്ടാക്കിയത് ഡോക്ടർ ഹാരൽ ഗുഡ്വിനായിരുന്നു. അതിനുശേഷം മറ്റു പല രാജ്യങ്ങളെയും സ്ഥലങ്ങളെയും അദ്ദേഹം ഒരു കൺസൾട്ടന്റായി ഉപദേശിച്ചിട്ടുണ്ട്, പല മാതൃകകളും സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഞാൻ ദൂരെ നിന്ന് കണ്ട് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വർക്കുകളും അദ്ദേഹത്തിന്റെ ഡോക്യുമെന്റ്സ് വായിച്ച് അതിന്റെ പ്രസക്തി മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഒരു ഏകലവ്യ സ്വഭാവത്തോട് കൂടിയിട്ട് ഡോക്ടർ ഗുഡ്വിൻ പഠിപ്പിച്ച പാഠങ്ങൾ പഠിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെയാണ് ഡോക്ടർ ഗുഡ്വിനെ നമ്മൾ അന്ന് ക്ഷണിച്ചിരുന്നത്. പക്ഷേ ഈ ചർച്ചകൾ, അന്ന് 2 ദിവസത്തെ ചർച്ചകൾ ഡോക്ടർ ഗുഡ്വിൻ പങ്കെടുക്കുകയുണ്ടായി, നമ്മളെ പല ചർച്ചകളും ലീഡ് ചെയ്യുകയുണ്ടായി. അന്ന് അദ്ദേഹം പറഞ്ഞു, ഒരുപക്ഷെ അന്താരാഷ്ട്ര ഫണ്ടിങ് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഡോക്ടർ ഗുഡ്വിൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ടീം ഇവിടെ വന്ന് കേരള ടൂറിസത്തിനെ അല്ലെങ്കിൽ കേരളത്തിലെ ടൂറിസം വ്യവസായത്തെ റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ പാതയിൽ നയിക്കാൻ ഒരുപക്ഷെ സാധ്യമാകുന്ന ഒരു പ്രോജക്ട് റിപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഡോക്ടർ ഗുഡ്വിനോട് പറഞ്ഞു, ക്ഷമാപണത്തോട് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു, നമുക്ക് ഡോക്ടർ ഗുഡ്വിൻ വരുന്നതാണ് നല്ലത് നമ്മുടെ സ്റ്റേറ്റിന്. കാരണം പെട്ടെന്ന് തന്നെ പല അന്താരാഷ്ട്ര മോഡലുണ്ട്. അദ്ദേഹം ആഫ്രിക്കയിൽ പല ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളെയും ഡെസ്റ്റിനേഷൻസിനെയും ഉപദേശിച്ച പരിചയമുള്ളതാണ്. അപ്പൊ നമുക്കൊരു പക്ഷേ വളരെ എളുപ്പമേറിയ ഒരു വഴി കാണിച്ചു തരാൻ അദ്ദേഹത്തിന് സാധിക്കും. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ആ തോന്നലിന്റെ പിന്നിൽ നമ്മുടെ വ്യവസായികളുടെ, ടൂറിസം വ്യവസായത്തിലെ അന്ന് പങ്കെടുത്ത പങ്കാളികളുടെ ഒരു ധൈര്യമായിരുന്നു എന്റെ ധൈര്യം. അന്ന് പറഞ്ഞത്, ഞാൻ ഹാരലിനോട് പറഞ്ഞു, ഹാരൽ, നിങ്ങളുടെ ഒരു മോഡൽ ഞങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് ഞങ്ങളുടേതാവില്ല. കേരളത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ, സാമൂഹ്യ ചുറ്റുപാട്, ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും രാഷ്ട്രീയമുണ്ട്, ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും സാമൂഹ്യ പശ്ചാത്തലം പ്രധാനമാണ്. ഞങ്ങൾ ഇവിടുത്തെ പോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മറ്റെവിടെയുമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇല്ലാത്ത ഒരു പ്രക്രിയ കേരളത്തിൽ ആലോചിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ വ്യവസായികൾ ഒരു പ്രത്യേക തരത്തിലുള്ളവരാണ്, തദ്ദേശവാസികളാണ്. അവർക്ക് ഇവിടുത്തെ സ്പന്ദനങ്ങൾ
അറിയുന്നവരാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു 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 പ്രത്യേക ഒരു പശ്ചാത്തലമുള്ളപ്പോൾ കേരളത്തിൻ്റെതായ ഒരു മോഡൽ, ഉത്തരവാദിത്ത ടൂറിസത്തിൽ കേരളത്തിൻ്റെതായ ഒരു മോഡൽ ഉണ്ടാക്കിയേ പറ്റൂ.